നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് തലപിളർന്ന് പിണറായി സർക്കാർ. കോടതികളിൽ നിന്ന് ഒരു മയവുമില്ലാത്ത കട്ടായം ഉത്തരവുകൾ. CPMന്റെ നെഞ്ചത്താണി അടിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. SITയെ ഇറക്കി EDയെ തടയാൻ കളിച്ച പിണറായിയുടെ നെഞ്ചത്താണ് കോടതി പൊട്ടിച്ചിരിക്കുന്നത്. ED അന്വേഷണം ആവശ്യമില്ലെന്ന SITയുടെ നിലപാട് പാടെ തള്ളിക്കളയുകയായിരുന്നു കൊല്ലത്തെ വിജിലൻസ് കോടതി. അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചിട്ടും ഇതുവരെ കൊടുക്കാതെ കടും പിടുത്തമെടുത്ത് SIT നിൽക്കുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരെ കോടതിക്ക് വിട്ടു. ഹൈക്കോടതി ഉത്തരവിൽ SIT അന്വേഷണം നടത്തുമ്പോൾ ED അന്വേഷണം വേണ്ട എന്ന് കോടതി ഉത്തരവിടുമെന്നായിരുന്നു പിണറായി കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ കളി കാര്യമായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കളത്തിലേക്ക്. ED അന്വേഷണത്തെ എന്തിനാണ് സർക്കാരും പാർട്ടിയും ഭയക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ അതിശക്തമായി ഉയരുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുഴുവൻ രേഖകളും നൽകാനാണ് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. SITയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളിക്കളയുകയായിരുന്നു. ED സമാന്തര അന്വേഷണം നടത്തുന്നതിനെ SIT ഇതുവരെ എതിർക്കുകയായിരുന്നു. ഒരു രേഖകൾ പോലും ഇതുവരെ കൈമാറിയിരുന്നില്ല. റിമാൻഡ് റിപ്പോർട്ടും FIRും അടക്കമുള്ള രേഖകൾ ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഹൈക്കോടതി അനുമതിയോടെയാണ് കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജി ED അഭിഭാഷകൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത FIR, മൊഴിപ്പകർപ്പുകൾ ഉൾപ്പെടെയുള്ളവ വേണമെന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. മുഴുവൻ രേഖകളും നൽകുന്നതിലുള്ള എതിർപ്പ് പ്രോസിക്യൂഷൻ അറിയിച്ചു. 2 തവണയാണ് SITക്ക് രേഖാമൂലം എതിർപ്പറിയിക്കാൻ കേസ് മാറ്റിവെച്ചത്. ED കള്ളപ്പണ ഇടപാട് നടന്നോ എന്നത് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ല. എന്നാൽ സമാന്തര അന്വേഷണം വേണ്ട എന്ന നിലപാടിലായിരുന്നു SIT. അതേസമയം കൈമാറുന്ന രേഖകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം SITയെ എങ്ങനെയാണ് ബാധിക്കുക എന്ന മറുവാദമാണ് കോടതിയിൽ ഉയർത്തിയത്. വിവരങ്ങൾ കൈമാറുന്നതിൽ തടസ്സമില്ല എന്നും ED പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം നടക്കാൻ പാടുള്ളൂ എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണവും പോകരുത്. എന്തുകൊണ്ട് പോകരുത്? അതാണ് ഒരു ചോദ്യം. എന്തിനാണ് ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SITയുടെ അന്വേഷണത്തെ തന്നെ ഭയക്കുന്ന പിണറായി ഭരണകൂടത്തിന് EDയുടെ അന്വേഷണവും കൂടി താങ്ങാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആടപടലം നിലം പതിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരവും കൊണ്ട് മാത്രമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല കൊള്ളയാണ്. ആ വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി തപ്പിയില്ലെങ്കിൽ നിയമസഭയിൽ ആടപടലം വേരറ്റു വീണുപോകും. ഈ പേടി ഉള്ളിലുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ നിന്ന് തലയൂരാനുള്ള നീക്കമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടമാകട്ടെ SITയുടെയും EDയുടെയും എല്ലാം അന്വേഷണത്തിൽ അടിപതറി നിൽക്കുന്നു. ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് പോലും ഇപ്പോൾ SITയിലൊന്ന് പിടിമുറുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അവിടെ കടും വെട്ടുമായി ഹൈക്കോടതി ഇറങ്ങും. അതായത് SITക്ക് മേൽ എന്തെങ്കിലും സമ്മർദ്ദവുമായി ഈ പറയുന്ന സർക്കാരോ ആഭ്യന്തര വകുപ്പോ നിന്നാൽ അതിശക്തമായി അതിനെ പൊളിച്ചിളക്കിക്കളയും ഹൈക്കോടതി. ഹൈക്കോടതി സ്വർണ്ണക്കൊള്ളയിൽ ഉഗ്രരൂപമെടുത്തിരിക്കുകയാണ്. ആരൊക്കെയാണോ പിന്നിലുള്ളത്, അതെത്ര വമ്പന്മാരും കൊമ്പന്മാരുമായാലും മുട്ടുകുത്തിക്കും, ഇങ്ങ് നിലത്തേക്കിറക്കും എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരൊറ്റ തീരുമാനം. ആ തീരുമാനത്തിന് മുന്നിൽ പിണറായിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമുക്കറിയാം, SIT അന്വേഷണം പോലും പിണറായിയെ ഭയപ്പെടുത്തുന്നുണ്ട്. ED ഈ കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആകെ ആടപടലം അവിയൽ പരുവമാകും. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് നേരത്തെ രമേശ് ചെന്നിത്തല SITക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല SITക്ക് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടി സർക്കാരിന് കുരുക്കായി. രമേശ് ചെന്നിത്തലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിവരം നൽകിയ വിദേശ വ്യവസായിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം രഹസ്യമായി മൊഴിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ED അന്വേഷണത്തിന് വഴി തെളിഞ്ഞിരിക്കുന്നത്. അതായത് അടപടലം സർക്കാരിനെ പെടുത്തിയത് രമേശ് ചെന്നിത്തലയാണ്. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധമുണ്ടെന്ന് സംശയമുണ്ട്, അത് അന്വേഷിക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു, ആ ഒരു കട്ടായം നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തല നിന്നിരുന്നത്. ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മോഷ്ടിച്ച് രാജ്യാന്തര കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ഒരു വലിയ ബോംബായിരുന്നു ചെന്നിത്തല പൊട്ടിച്ചത്. ഈ ഒരു വലിയ ബോംബ് പൊട്ടിക്കുന്നതോടുകൂടി തന്നെ
കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം ഏറ്റെടുക്കാനുള്ള വഴി തുറന്നു കിട്ടുകയായിരുന്നു. കാരണം രാജ്യാന്തര ബന്ധമൊക്കെ ഈ കള്ളക്കടത്തിൽ ഉണ്ടെങ്കിൽ, ഈ സ്വർണ്ണ മോഷണത്തിൽ ഉണ്ടെങ്കിൽ അത് സംസ്ഥാന ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയുന്നതല്ല. കേന്ദ്ര ഏജൻസികൾ അതിൽ അന്വേഷണം ഏറ്റെടുക്കേണ്ടതാണ്. ഇതാണ് ഇഡിക്ക് പിടിവള്ളിയായി മാറിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം വേണമെന്ന് ഇപ്പോൾ കോടതിയും നിലപാടെടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ രാജ്യാന്തര ബന്ധമുണ്ടെങ്കിൽ അത് തെളിയുക തന്നെ വേണം. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുള്ള സ്വർണങ്ങൾ പൂർണ്ണമായും തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ രാജ്യാന്തര ബന്ധം ഇതിലുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇഡി അന്വേഷണം നടത്തുന്നത് ഏറ്റവും നിർണായകമായ കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലത്തെ വിജിലൻസ് കോടതിയും ഉത്തരവിട്ടിരിക്കുന്നത് സമാന്തരമായി ഇഡിയും അന്വേഷണം നടത്തട്ടെ എന്നുള്ളത്. അവിടെയാണ് പിണറായിക്ക് തല പിളരുന്നത്. കാരണം കളി ഇനി അടപടലം മാറും. ഇതിൽ ഇഡിയുടെ വരവ് ഒരു കണക്കിന് ഒരാശ്വാസവും, എന്നാൽ മറ്റൊരു വഴിക്കൂടെ നോക്കുമ്പോൾ അങ്ങേയറ്റം CPM-നും സർക്കാരിനും തീയിടുന്ന ഭയാനകമായ അവസ്ഥ കൂടിയാണ്. കാരണം ഇഡി അന്വേഷണം നടത്തുമ്പോൾ ഒരു വഴിക്കൂടെ സർക്കാരിന് പറയാം ഇത് കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുന്നതിന്റെ, വേട്ടയാടുന്നതിന്റെ രീതിയാണെന്ന്. മറ്റൊരു വശം എന്ന് പറയുന്നത് അത് ഭയാനകമാണ്. കാരണം ഇപ്പോൾ ഇഡി അന്വേഷണവുമായി കളം നിറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇതിനു മുൻപും പിണറായിയെ തൂക്കി അകത്തിടാനുള്ള എല്ലാ വകുപ്പും കേന്ദ്രത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോഴും പിണറായിയെ ഇട്ട് തട്ടിക്കളിക്കുന്ന ഒരു നിലപാടായിരുന്നു കേന്ദ്രം സ്വീകരിച്ചത്. നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 2-3 സീറ്റിനു വേണ്ടി ശബരിമല വെച്ച് കളിക്കാൻ ഒരു മടിയും കേന്ദ്രം കാണിക്കില്ല. അതിനുവേണ്ടി ഇഡിയെ പരമാവധി ഇവിടെ നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ശബരിമലയിൽ പാർട്ടിയിലെ കൂടുതൽ ഉന്നതരെ തൂക്കിയെടുക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ മോദിയുടെ കാൽക്കൽ വീണ് ഇരക്കേണ്ടി വരും പിണറായിക്ക്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിയമസഭയിൽ സീറ്റ് 3 ചിലപ്പോൾ 5 വരെ ഡീല് വെക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ അതിശക്തമായി ഉയരുന്നുണ്ട്. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു അന്വേഷണത്തിൽ കേരളത്തിലെ പലർക്കും, അതായത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും തൃപ്തിയില്ല. കാരണം ഇത് കേന്ദ്രത്തിന് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു അവസരമാക്കുമെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ജനങ്ങൾ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നത്. എന്തായാലും ഈ കേസിൽ അട്ടിമറികൾ ഒന്നും നടന്നില്ലെങ്കിൽ ഹൈക്കോടതി ഇതേപോലെ കട്ടായം നിലപാടുകളുമായി മുൻപോട്ട് പോയാൽ മാത്രമേ ശബരിമല കൊള്ളയിലെ മുഴുവൻ ചിത്രവും പുറത്തേക്ക് വരികയുള്ളൂ. രാഷ്ട്രീയക്കാർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് കേന്ദ്ര ഏജൻസി പരിശോധിക്കും. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിൽ വൻതോതിൽ തിരിമറി നടന്നുവെന്ന ആരോപണത്തിലാകും പ്രധാന പരിശോധന. ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളും കാണിക്കയായി ലഭിച്ച സ്വർണ്ണക്കട്ടികളും രേഖകളിൽ ഉള്ളതുപോലെ സ്റ്റോക്കിൽ ഇല്ലെന്ന പരാതിയിലാണ് നടപടി. സ്വർണം ഉരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലും വൻതോതിൽ ക്രമക്കേട് നടന്നതായി പ്രാഥമിക നിഗമനമുണ്ട്. ഇതിലെ കള്ളപ്പണ ഇടപാടുകളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുക. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. കോടതി അനുമതി കിട്ടിയതോടെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സ്വർണം കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നും ഇഡി വിവരങ്ങൾ തേടും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായില്ലെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ഇഡി എത്തുന്നത്. ശബരിമലയിൽ ഭക്തർ വഴിപാടായി സമർപ്പിച്ച കിലോ കണക്കിന് സ്വർണം ഉരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലും വൻ ക്രമക്കേട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ഈ ആരോപണം എത്രയോ കാലങ്ങളായി കേരളത്തിൽ പുകയുന്നതാണ്. അതായത് ശബരിമലയിൽ വലിയ കൊള്ള നടക്കുന്നു എന്നുള്ളത്. സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചുവെന്നും ഉരുപ്പടികളുടെ തൂക്കത്തിൽ വൻ കുറവുണ്ടായി എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഭക്തജനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയതോടെ വർഷങ്ങളായി ദേവസ്വം ബോർഡ് പൂഴ്ത്തിവെച്ചിരുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളും സ്വർണ്ണ കൈമാറ്റ രേഖകളും ഇനി കേന്ദ്ര ഏജൻസികളുടെ മേശപ്പുറത്തെത്തും. അന്വേഷണം തങ്ങൾ നടത്തിയാൽ മതി എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി തള്ളിയത് സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടി തന്നെയാണ്. സ്വർണം ഉരുക്കിയതിലൂടെ നടന്ന കള്ളപ്പണ ഇടപാടുകളും അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുന്നതിൽ മാത്രമല്ല പത്മകുമാർ അനുമതി കൊടുത്തത്, ഈ കടത്ത് നടന്നതിലും പത്മകുമാറിന് പങ്കുണ്ട് എന്നും കടത്ത് സംഘങ്ങളുമായി പത്മകുമാറിന് ബന്ധമുണ്ടെന്നും ഒരു റിപ്പോർട്ട് ഈ SIT തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യാന്തര ബന്ധമുണ്ടെങ്കിൽ ആ രാജ്യാന്തര
രാജ്യാന്തര സംഘങ്ങളുമായി പത്മകുമാറിനും വാസുവിനുമൊക്കെ ബന്ധമുണ്ടോ? അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കും ഇഡിക്ക് കടക്കേണ്ടി വരും. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ ഇവിടുത്തെ CPM, അതായത് ഈ CPM നേതാക്കൾ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരും ഇനി സംശയ നിഴലിലുള്ളവരുമൊക്കെ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കഥയാകെ മാറും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിൽ കിട്ടിയതിനേക്കാൾ വലിയ അടി പിണറായി കൂട്ടർക്ക് കിട്ടും. അയ്യപ്പന്റെ ആഭരണങ്ങളും പീഠവും ഉൾപ്പെടുന്ന എല്ലാ വസ്തുവകകളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പവിത്രമാണ്. രാജഭരണകാലം മുതൽ ഓരോ കാലഘട്ടത്തിലും ഭക്തർ സമർപ്പിച്ച അമൂല്യ നിധികളാണ് അവയെല്ലാം. ഈ സ്വർണത്തിൽ കൈവച്ചു എന്നത് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമായ വിഷയം തന്നെയാണ്. അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് എത്തിയതോടെ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ നിഗൂഢതകൾ ഓരോന്നായി പുറത്തുവരും എന്ന് ഒരു വഴിക്കൂടെ പലരും പറയുന്നുണ്ട്. എന്നാൽ ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഇറക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ പല ഡീലുകളും നടക്കുമെന്നും സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വരില്ല എന്നും ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഹൈക്കോടതി കൃത്യമായി ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണ് ശബരിമലയിലെ ഓരോ വാർത്തകളും പുറത്തേക്ക് വരുന്നത്. ശബരിമലയിൽ പത്മകുമാറിന്റെ വരെ അറസ്റ്റും അതിനുശേഷം ശ്രീകുമാറിന്റെ അറസ്റ്റും ഒക്കെ നടന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഹൈക്കോടതി ഇഡി ഒരു വശത്തുകൂടി അന്വേഷണം നടത്തിക്കോട്ടെ, അത് വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടേക്ക് പോകരുത്. SITയെ മുൻനിർത്തി നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് ഹൈക്കോടതി പിടിവിടുക പോലും ചെയ്യരുത്. കാരണം അത് ശബരിമലയിൽ നടന്നിരിക്കുന്ന എല്ലാ കൊള്ളകളുടെയും സത്യാവസ്ഥകൾ പുറത്തേക്ക് വരുന്നതിനുള്ള ഏക മാർഗമാണ്. അതില്ലാതായി കഴിഞ്ഞാൽ, ഹൈക്കോടതി ഒന്ന് പിന്നോട്ടേക്ക് പോയാൽ ഈ കഥകളാകെ മാറും. ഇവിടെ പല അട്ടിമറികളും നടക്കും. അതുകൊണ്ട് ഹൈക്കോടതിയിലാണ് ഇവിടുത്തെ വിശ്വാസികൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ആശ്വാസമാണ് ജയശ്രീക്കെങ്കിലും, പക്ഷേ കൃത്യമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ജനുവരി 8, 9 തീയതികളിൽ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITക്ക് മുൻപിൽ ജയശ്രീ ഹാജരാകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഉത്തരവ് ഇട്ടിട്ടുണ്ട്. 2013 മുതൽ വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ജയശ്രീ സുപ്രീം കോടതിയെ ഹർജിയിലൂടെ അറിയിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജയശ്രീക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ PB സുരേഷ് കുമാർ, അഭിഭാഷകൻ A. കാർത്തിക് എന്നിവരായിരുന്നു ഹാജരായത്. പക്ഷേ ഇവിടെ ജയശ്രീക്കും വലിയ ആശ്വാസമൊന്നുമില്ല. അറസ്റ്റ് തടഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവര് ഈ കൊള്ളയിൽ പങ്കാളിയാണ് എന്ന് SIT കൃത്യമായി ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ജയശ്രീ ചോദ്യം ചെയ്യലിന് എപ്പോൾ വിളിപ്പിച്ചാലും എത്തേണ്ട ഒരു സാഹചര്യവും ഉണ്ട്. അതായത് ഈ മഹസറിൽ ഉൾപ്പെടെ തിരുത്തലുകൾ വരുത്തിയതൊക്കെ ജയശ്രീയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈമലർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം തിരുവാഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിരുന്നതിൽ പ്രധാനി കൂടിയാണ് ഈ പറയുന്ന ജയശ്രീ. എന്തായാലും സർക്കാരിന് വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി സർക്കാരിനെയും CPMനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ തല പിളർക്കുന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.